യമനിൽ വീണ്ടും അമേരിക്കയുടെ ആക്രമണം. യമനിലെ സ്റ്റീൽ ഫാക്ടറിയിൽ ബോംബ് സ്ഫോടനം നടത്തി ഏകദേശം 24 പേർ മരണപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. വല്ലാതെ വൈകാതെ യമനിൽ നിന്ന് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം അമേരിക്കയുടെ ഹാരിസ് ട്രൂമാൻ എന്ന കപ്പലിന് നേരെ നടത്തി. കപ്പലിന് തീ പിടിച്ച വിവരം പുറത്തു വന്നു. 6ാമത്തെ തവണയാണ് ഈ കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമൻ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്തൊരു പ്രയാസമുണ്ട്. ഇപ്പൊ തന്നെ ഉൾവലിഞ്ഞിരിക്കുകയാണ് കപ്പൽ. 1300 കിലോമീറ്ററോളം പിറകിലാണ്, ചെങ്കടലിന്റെ പിറകിലാണ് ഇപ്പോൾ ഉള്ളത്. ആ പിറകിലുള്ള ഈ കപ്പലിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോലും യഥാർത്ഥത്തിൽ ഹൈപ്പർസോണിക് പോലെയുള്ള അതിശക്തമായിരിക്കുന്ന മിസൈൽ പായിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. തീയും പുകയും പടർന്ന് ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ യമൻ പുറത്തുവിട്ടു. അതിനവർ പറയുന്ന കാര്യം, തങ്ങൾ വിടുന്ന മിസൈലിന്റെ അറ്റത്ത് രഹസ്യമായിരിക്കുന്ന ക്യാമറകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ആ ക്യാമറയിൽ നിന്ന് പുറപ്പെടുന്നതും ലക്ഷ്യം കാണുന്നതും തകരുന്നതും ഇനി ക്യാമറ നശിക്കാതിരിക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള സംഭവത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ വേണ്ടി സാധിക്കും. അത് ലോകത്തോട് പറയുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യമാണ്. കാര്യമെന്ന് പറയുന്നത്, ഏത് തരത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാലും അമേരിക്ക അത് നിഷേധിക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യും. കൃത്യമായിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തോട് പറയുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ആക്രമണം നടത്തുകയും കപ്പലിന്റെ ഭാഗത്തിന് തീപിടുത്തം നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്.